Good evening, ladies and gentlemen. Namaskaram, Kochi. Hello. Well, very special aya oru divasamana because the world of Kanta unfolds today. Ade ningal ellarum കുറെ നാളായി വളരെ ആകാംക്ഷയുടെ കാത്തിരുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട DQന്റെ ഏറ്റവും പുതിയ ചിത്രം November 14 it is going to hit the big screens and the movie is Kanta. നന്നായി ഒന്ന് കൈയടിക്കൂ. I'm sure അങ്ങനെ ഒന്ന് വെച്ചെടുത്താ പോരാ. ദുൽഖർ ഫാൻസ് എത്ര ദുൽഖർ ഫാൻസ് എത്തിയിട്ടുണ്ട് ഇവിടെ? Make some noise. All right. I think കഴിഞ്ഞ 13 വർഷമായി സെക്കൻഡ് ഷോ 2012 സ്ക്രീനിൽ എത്തിയ നാൾ മുതൽ ഇന്ന് വരെ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ ആ ഒരു നടൻ നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഈ മൈക്ക് പൊട്ടുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ഒരു സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. ആൻഡ് ആ ഒരു അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസസ് എത്ര ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ മുന്നിൽ ദുൽഖർ എത്തിയാലും വീണ്ടും വീണ്ടും ദുൽഖറിനെ പുതിയ പുതിയ കഥാപാത്രമായി കാണാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ ലക്കി ഭാസ്കർ പ്രൊമോഷണൽ ഇവന്റ് ഇവിടെ നടന്നപ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാരും വന്നിരുന്നോ? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നിലത്തെ കുറച്ച് മുമ്പ് സീതാരാമത്തിന്റെ പ്രൊമോഷണൽ ഇവന്റ് ഇവിടെ തന്നെ നടന്നപ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ദാറ്റ് ഇസ് വാട്ട് ഐ ആം സേയിങ്. ദുൽഖർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിലെ വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു അംഗമാണ്. മലയാളം സിനിമയിൽ മാത്രമല്ല, തമിഴ് സിനിമയിലല്ല, തെലുഗുവിലല്ല, ഹിന്ദിയിലല്ല. ഹി ഈസ് എ പാൻ ഇന്ത്യൻ സ്റ്റാർ. 40+ സിനിമകളാണ് ദുൽഖർ ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നത്. അധികം സിനിമയിലൊന്നും അഭിനയിക്കാറില്ല, പക്ഷെ സിനിമ ചെയ്യുമ്പം
ഒരു ഒന്നൊന്നര പടമായിരിക്കും DQ ചെയ്യുന്നത്. And that's exactly why we are back here in Kochi Lulu Mallil നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ DQവിന്റെ ഏറ്റവും പുതിയ പ്രസന്റേഷനുമായി, which as you see is Kanta. So you know what makes this movie special is ഇത് DQ അഭിനയിക്കുന്ന I think നാലാമത്തെ തെലുഗു ഫിലിമാണ്. പക്ഷേ Wayfarer Films അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ നോൺ മലയാളം ചിത്രം കൂടിയാണ്. മറ്റൊരു ഭാഷയിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ചിത്രമാണ്. അതിന് വലിയൊരു കൈഡി കൊടുക്കാം. ഒരു മലയാളം പ്രൊഡക്ഷൻ കമ്പനി മറ്റൊരു ഭാഷയിൽ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. തെലുഗു ഭാഷയിൽ മാത്രമല്ല, ഇത് തമിഴിലും വരുന്നു. തമിഴാണ് മെയിൻ ആയിട്ട്, പക്ഷെ തെലുഗു ആൻഡ് തമിഴ് ഒരു കോലാറ്ററൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആണ് കാന്ത. ബട്ട് ഈ ഒരു പ്രൊഡക്ഷൻ നിങ്ങളുടെ മുന്നിൽ കാന്ത അവതരിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ വെയ്ഫെയർ ഫിലിംസിന്റെ കൂടെ തന്നെ റാണ ദഗുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്ന കമ്പനിയാണ് അവർക്ക് കൂട്ടായി നിൽക്കുന്നത്. സോ ഒരു ജോയിന്റ് വെഞ്ചർ ആണ്, ജോയിന്റ് പ്രൊഡക്ഷൻ ആണ്. സ്പിരിറ്റ് മീഡിയ ആൻഡ് വെയ്ഫെയർ ഫിലിംസ് പ്രസൻസ് അന്ത. The world of Kanta unfolds today. So നമ്മൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ചു നേരം ആയോ ഇവിടെ കാത്തിരിക്കുന്നു? ആയോ? ആരാ ഏറ്റവും കൂടുതൽ കാത്തിരുന്നേ? കൈവെക്കൂ. ഏറ്റവും നേരം കാത്തിരുന്ന ആൾക്ക് ഞാൻ ഒരു സമ്മാനം വെറുതെ നൽകുന്നു. വെറുതെ ചുമ്മാ ഫ്രീ ആയിട്ട്. ആരെ ഏറ്റവും പൊക്കത്ത് കൈ കണ്ടാൽ ഞാൻ തരാം. ഏറ്റവും ഹൈറ്റില് കൈ കണ്ടാൽ ഞാൻ സമ്മാനം തരാം. ഏറ്റവും ഹൈറ്റില് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാ പോരെ മക്കളെ. ആദ്യം ഈ ലെവൽ ഞാൻ ആരാ പൊക്ക കൈ ഈ ചേട്ടന്റെ കൈക്ക് നല്ല പൊക്കമുണ്ട്. ഒരു മിനിറ്റ്, ഈ സൈഡിൽ ഞാൻ നോ ഫോണും കൂടെ പിടിച്ചു. അവന് ബുദ്ധിയുണ്ട്, അവന്റെ ബുദ്ധിക്ക് ഞാൻ ഉറ കൊടുക്കും. ബോയ് എനിക്ക് വേറെ മൈക്ക് തരാമോ? ദിസ് ഇസ് എ ടെറിബിൾ മൈക്ക്, സോറി. ആ ഫോൺ പിടിച്ച് കൊച്ചിനെ എടുത്തു നോക്കിയോ? ബാഹുബലി ഇതെന്താണത്? എവിടെ റാണ ദഗുപതി വരുന്നോണ്ടാണോ കൊച്ചിനായിട്ട് എടുത്ത് നോക്കിയ? പൊക്കിക്കോ, പൊക്കി പിടിക്കണം. ഭാര്യനെ എടുത്ത് പൊക്കി. ഭാര്യയാണോ, ചേച്ചിയാണോ, അമ്മയാണോ? ആരാണ് പൊക്കിയെ? കൊച്ചിനെ പൊക്ക നോക്കട്ടെ. ഹൈറ്റ് കൂടുതൽ കൊച്ചിനാ. ഓ കൊച്ചിനെ കൊടുക്ക. സമ്മാനം കൊടുക്കും മോനെ. എന്താന്ന് എനിക്കറിയില്ല മോനെ, സമ്മാനമാണ്. പേരെന്താ? അസഹയ്ക്ക് കൈയടി എടുക്കാം. ഏറ്റവും ഹൈറ്റ് ഒരു വയസ്സ് പോലും ഇല്ലാത്ത അസഹയ്ക്ക് സമ്മാനം. ഈ സൈഡ് വേണോ? ഇത്രയും നേരം കാത്തിരുന്ന ഏറ്റവും ഹൈറ്റ്. അവൻ നല്ല ഹൈറ്റ് ഉണ്ട് നിനക്ക് ഓൾറെഡി. അപ്പൊ അടുത്ത കൊച്ചു നോക്കി. ഇല്ല, ഇവന്റെ കൈനാ കൊച്ചിനെക്കാട്ടും ഹൈറ്റ്. അവിടെ ഒരു കൈ ഉണ്ട് മോനെ, അവിടെ ഉണ്ട്. നീ കൈവക്ക്. ഒരെണ്ണം നോക്കട്ടെ. കുറെ പൊക്കമുള്ള കുട്ടികളുണ്ട്. ഓക്കെ, ഐ വിൽ ഗിവ് ഇറ്റ് ടു ദ വൈറ്റ് ഷർട്ട്. ഈ വൈറ്റ് ഷർട്ടിന് ഒരു സമ്മാനം കൊടുക്കാം. അല്ലടാ, നിന്റെ പുറകെ നീ അല്ല, സമ്മതിക്കില്ല, തരൂല. ഡിമോച്ചിയോനെ പേരെന്താ? ഷബീറിന് ചുമ്മാ ഏറ്റവും ഹൈറ്റിലെ കൈ വെക്കാവുന്നതിന് നമ്മളൊരു സമ്മാനം കൊടുത്തു. ഓക്കെ, പക്ഷെ ഞാൻ ആക്ച്വലി ചോദിക്കാൻ ഉദ്ദേശിച്ചത് കാന്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ദുൽഖർ സൽമാൻ എന്ന നടന്റെ കരിയറിൽ എത്ര ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്? എത്ര? 40, 41, 42, 41. ഇത് തെറ്റാണെങ്കിൽ എന്നെ തല്ലരുത് കേട്ടോ. എന്റെ മനസ്സിലൊരു നമ്പർ ഉണ്ട്. 44, 40. എന്ത് കോൺഫിഡൻസാ? ഷുവർ ആണോ? ഞാൻ ഷുവർ അല്ല. 40. ഗസ് ഉണ്ടോ? 41, 44. ഇവിടെ ആദ്യം 40 പറഞ്ഞ അദ്ദേഹം എവിടെ? നിങ്ങളല്ല ആദ്യം പറഞ്ഞത് ചേട്ടൻ വിത്ത് വൈറ്റ് ബ്രേസ്ലെറ്റ്. ഇത് എന്റെ അടുത്ത് ഉത്തരം പറഞ്ഞു തന്നത് വെയ്ഫെയറിലെ ആളാണ്. അപ്പം എന്തെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ അവനെ പിടിച്ചാൽ മതി. 40 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മലയാളമല്ലാത്ത മറ്റ് ഭാഷാ ചിത്രങ്ങളിൽ എത്ര എണ്ണത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിച്ചിട്ടുണ്ട്? അതിൽ 5 ചിത്രങ്ങളുടെ പേരും പറയണം. ഐ എം സോ സോറി. 13. No, not 13.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര ഫിലിംസ് ഔട്ട്സൈഡ് മലയാളം? 14 അല്ല, 9 അല്ല, 7 അല്ല, 6 അല്ല, 6 അല്ല, 5 അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലയാളം അല്ലാത്ത തെലുഗു, തമിഴ്, ഹിന്ദി ഉണ്ട്. ഓ, ഹിന്ദി ഉണ്ടല്ലോ, അത് ഞാൻ കാൽക്കുലേറ്റ് പോലും ചെയ്തിട്ടില്ല. ഓ, ഞാൻ എന്തൊരു മണ്ടിയാ. ഹിന്ദി ഇല്ല, ഹിന്ദി കട്ട്. തമിഴ്, തെലുഗു മാത്രം. ഹിന്ദി ഞാൻ കട്ട് ചെയ്തു കേട്ടോ. ഹിന്ദി കട്ട് ചെയ്തു. I'm going to give it to 10. നിങ്ങൾ എല്ലാവരും 10 ആ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെയിം 5 ഫിലിംസ്. മറുഭാഷ തമിഴ്, തെലുഗു, ദുൽഖർ അഭിനയിച്ച 5 ചിത്രം. ഓക്കെ, I'm going to ask her and then I'm going to ask you. ഏറ്റവും കൂടുതൽ എടാ ഗൂഗിൾ ചെയ്യലടാ. ഓക്കെ, ഓൾ റൈറ്റ്, കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ബട്ട് റൈറ്റ് നൗ ഐ വാണ്ട് യു ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ വേൾഡ് ഓഫ് കാന്ത ദാറ്റ് ഈസ് അൺഫോൾഡിംഗ് ടുഡേ. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ടീസർ. മോഡേൺ സ്റ്റുഡിയോസ് തയ്യാറിക്കവിരിക്കും തിരപ്പടം സാന്ത. Ladies and gentlemen, Spirit Media and Wayfarer Films presents Dulquer Salman in Kanta. ഈ ഒരു ടീസർ കാണുമ്പോൾ യു നോ ദാറ്റ് ദിസ് ഈസ് എ മൂവി വെയർ ഇറ്റ്സ് ഈഗോ വേഴ്സസ് ആർട്ടിസ്ട്രി. ദുൽഖർ ഒരു നടന്റെ കഥാപാത്രമാണ്. 1950s ഒരു പീരിയഡ് ന്വാ ഡ്രാമ ത്രില്ലർ ആയിട്ടാണ് കാന്ത പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത്. ആ കാലഘട്ടത്തിൽ 50s to 70s കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു നടന്റെ ജീവിതം, അദ്ദേഹത്തിന് ആദ്യ ഡെബ്യൂ തുടക്കം കുറിക്കാൻ സഹായിക്കുന്ന ഒരു ഡയറക്ടർ, പിന്നെ അദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാർ ആവുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെയാണ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ സെൽവമണി സെൽവരാജ് ആണ്. അദ്ദേഹമാണ് ഈ കഥ എഴുതിയതും സംവിധാനം ചെയ്തതും. വാട്ട് മേക്സ് കാന്ത വെരി സ്പെഷ്യൽ ഈസ് കാന്തയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂലാണ് സെൽവമണി സെൽവരാജ് സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഇറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ഫിലിം. പക്ഷെ ഒരു സാധാരണക്കാരനല്ല സെൽവമണി. ലൈഫ് ഓഫ് പൈ, ഓസ്കർ വിന്നിംഗ് ലൈഫ് ഓഫ് പൈ, ആംഗ്ലീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ അസിസ്റ്റ് ചെയ്ത ഒരു അതുല്യ കലാകാരനാണ്, ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. ഹി ബിലീവ്സ് ഇൻ റിയലിസം ആൻഡ് ട്രീറ്റിംഗ് ഇമോഷൻസ് വെരി വെരി ബ്യൂട്ടിഫുള്ളി. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു നോൺ ഫിക്ഷൻ സീരീസ് ഉണ്ട്, ദ ഹണ്ട് ഫോർ വീരപ്പൻ. കണ്ടിട്ടുണ്ടോ ഹണ്ട് ഫോർ വീരപ്പൻ? എക്സംപ്ലറി ആയിട്ടുള്ളൊരു സീരീസ് ആണ്. അത് സംവിധാനം ചെയ്തതും സെൽവമണിയാണ്. സോ ഓബ്വിയസ്ലി അദ്ദേഹത്തിന്റെ ടാലന്റ് എത്ര അധികമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സിനിമാ ലോകത്തേക്കും അദ്ദേഹം കാലെടുത്ത് വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഡെബ്യൂ ഫിലിം ഇവിടെ എത്തുമ്പോൾ വി ആർ സോ എക്സൈറ്റഡ് ആൻഡ് ഹി ഈസ് കമ്മിങ് ഹിയർ ബിക്കോസ് സ്പിരിറ്റ് മീഡിയ by Rana Daggubati and Wayfarer Films by Dulquer Salman are shaking hands with a production for the first time. Rana Daggubati എന്ന് പറയുന്ന നടനെ നമുക്കറിയാം, എന്ന പ്രൊഡ്യൂസറിനെ നമുക്കറിയാം. ഹി ഈസ് എ ബ്രില്യൻറ്റ് entrepreneur as well, a TV host, ഒരു ബിസിനസ് സംരംഭകനാണ്. അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് മീഡിയ ഇറ്റ് ഈസ് എ VFX പ്രൊഡക്ഷൻ കമ്പനി ആൻഡ് അതിന് കൂടെ തന്നെ നൗ ഇറ്റ് ഈസ് എ 360-degree ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ഓർഗനൈസേഷൻ. ടെക്നോളജി ആണെങ്കിലും സ്റ്റാർട്ടപ്സ് ആണെങ്കിലും എനിത്തിങ് ദാറ്റ് ഹെൽപ്സ് ദി ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണ് സ്പിരിറ്റ് മീഡിയ. അത് മാത്രമല്ല Wayfarer ഫിലിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. Wayfarer ഫിലിംസ് നമ്മുടെ ദുൽഖർ നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. സോ മെനി ലവ്ലി ഫിലിംസ്. ഇൻഫാക്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ടത് അവരുടെ ലാസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു. 300 crore plus ക്രോസ് ചെയ്ത ലോക. Can we give them a loud round of applause? What a film! ദുൽഖർ അല്ലെങ്കിൽ Wayfarer ഫിലിംസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് വളരെ വലിയ തോതിൽ നമ്മൾക്ക് കൊണ്ടുവന്ന ഒരു ചിത്രമാണ്, വലിയൊരു സ്കെയിലിൽ കൊണ്ടുവന്ന ചിത്രമാണ്, വലിയ റിസ്ക് എടുത്ത് കൊണ്ടുവന്ന ചിത്രമാണ്. പക്ഷെ മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റി ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ഓഫ് ദ കൺട്രി
getting rave reviews ഇന്നും. And Dulquer is the person who made sure നമ്മുടെ മുന്നിൽ ആ ഒരു ചിത്രം എത്തി. അപ്പോൾ ലോക അവരുടെ 7ാമത്തെ പ്രൊഡക്ഷൻ ആയിരുന്നു. കാന്ത അവരുടെ 8ാമത്തെ പ്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. തമിഴ് സിനിമയാണ്. തെലുഗുവിലും അതുപോലെ തന്നെ ഒരേ സമയത്ത് അത് റിലീസ് ചെയ്യുന്നു. സോ തമിഴ് തെലുഗു ആയിട്ടാണ് ഇത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത്. ഓഫ് കോഴ്സ് മലയാളത്തിലും മറ്റു ഭാഷയിലും ഒക്കെ ഇത് പുറത്ത് വരുന്നതായിരിക്കും. സോ വി ആർ വെരി എക്സൈറ്റഡ്. ആൻഡ് നമ്മളുടെ ഇവിടുന്ന് ജെയ്ക്സ് ബിജോയ് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. വി ഹാവ് സം അമേസിംഗ് ആർട്ടിസ്റ്റ് ദാറ്റ് ഹാവ് വർക്ക്ഡ് വിത്ത് ദിസ് ഫാന്റാസ്റ്റിക് മൂവി. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് എത്തുമ്പോൾ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സിനിമയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് സമുദ്രക്കനി ഒരു എക്സലന്റ് ആക്ടർ ആണ്, ഒരു ഗ്രേറ്റ് ഡയറക്ടർ ആണ്. ഇവരെല്ലാം നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആണ്. ആക്ച്വലി സമുദ്രഖനി ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന് ഹീസ് വൺ ദി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ നാഷണൽ അവാർഡ്. റാണ ദഗുപതി സ്പിരിറ്റ് മീഡിയയ്ക്ക് ബൊമ്മലാറ്റ എന്ന ചിത്രത്തിന് വേണ്ടി നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട്. ദർ ഇസ് ജസ്റ്റ് സച്ച് ഗ്രേറ്റ്നെസ് ഗോയിങ് ഓൾ അറൌണ്ട്. ആൻഡ് ഈ സിനിമയിൽ കിങ്ഡം കണ്ടിട്ടുണ്ടോ? കണ്ടോ? കിങ്ഡത്തിലുള്ള ഭാഗ്യശ്രീയാണ് നായികയായി എത്തുന്നത്. ആൻഡ് ഷീ ലുക്സ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആസ് വെൽ. അപ്പം ഭാഗ്യശ്രീക്ക് ഐ തിങ്ക് വിജയ് ദേവർകൊണ്ട കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ദുൽഖറിന്റെ കൂടെയാണ് നമ്മുടെ മുന്നിൽ എത്താൻ ഭാഗ്യം ലഭിക്കുന്നത്. സോ വി ആർ എക്സൈറ്റഡ്. വി വാണ്ട് ടു സെലിബ്രേറ്റ് ദിസ്. സോ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഇറ്റ് ദി ഓൺലി വേ വി നോ. നമ്മുടെ ലോക എന്ന ചിത്രത്തിന്റെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ബൊണാൻസ സക്സസ് അത് ഇവിടെ ഒന്നും കൂടെ നമുക്ക് ആഘോഷിക്കാം വിത്ത് എ മാഷപ്പ് from the movie Loka. Can I please welcome the dancers of Arrows? നന്നായി ഒന്ന് കൈയടിച്ചേ കേക്കട്ടെ. ആ ദുൽഖർ വരുമ്പോ കൈയടിക്കില്ലേ? ആ കൈയടി എങ്ങനെയായിരിക്കണം എന്ന് സാമ്പിൾ ഡോസ് ചേച്ചിക്ക് തരോ പ്ലീസ്? ഒന്ന് കൈയടിച്ച് എല്ലാവരും ഒരുമിച്ച് കൈയടിക്കാവോ? ലെറ്റ്സ് വെൽക്കം Arrows.
Ladies and gentlemen, can we give it up for arrows? നന്നായി കഴിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടി അവന് ഓരോരുടെ മേലെ കയറിയത്. Thank you guys. Well done you guys. Well done. Yay. Yes, it is time to show your love and welcome to the makers of Kanta. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it is truly a time to celebrate the amazing coming together of all of you wonderful artists from across the country. അതും ഇങ്ങനത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു 1950s period noir drama thriller മൂവിയുമായി. The information that we have is in Chennai based ചെയ്ത ഒരു ആക്ടർ ഡയറക്ടർ റിലേഷൻഷിപ്പും അതിലെ റൊമാൻസും ഒക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. And we have two amazing companies joining hands. Dulquer Salman, Wayfarer Films and Rana Daggubatiയുടെ Spirit Media കൈകോർക്കുകയാണ്. And this combination is bringing to you Kanta. നല്ലൊരു കൈയ്യടി. Can we welcome Dulquer Salman? നിങ്ങളുടെ പ്രിയപ്പെട്ട Dulquer Salman. Make some noise. Take a minute. Let's give it up for Balladeva, the one and only Rana Daggubati. Of course, we are so honored to have Samudrakani sir here. So much respect. We welcome you back to Kerala, one of the finest actors and directors of South India. And Bhagyashree, so lovely having you in Cochin. Is this your first time? Have you come before? You've come before. We would love to welcome you to Kerala. We can't wait to steal you and make you do a Malayalam film very soon. Rana, you also. We want you to do some Malayalam film also, yeah. Tell Dulquer, no? Yeah, we'll tell him. Kanta എന്ന ഈ ഒരു ചിത്രം നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ DQ, Rana, Bhagyashree, Samudrakani sir are all here. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സെൽവമണി സെൽവരാജ് ആണ്. We are so excited about this film. ഈ ചിത്രം തിയേറ്ററിൽ എത്തുന്നത് November 14 This movie comes and hits the theaters on the 14th of November. So the wait is very, very near. അടുത്ത ആഴ്ച തന്നെ please go watch the movie. And ഇതിന്റെ ഒരു ego versus artistry. This movie is about ego, which we know very well. നമുക്ക് നന്നായി അറിയാവുന്ന ഒരു ഏരിയയാണ്. ആർട്ടിസ്ട്രി അത് തമ്മിലുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ടസിലാണ് ഇതിൽ കാണാൻ പോകുന്നത്. Okay, ladies and gentlemen, I think because എല്ലാവരും ഇവിടെ എത്തിയത് കൊണ്ടും അമേസിംഗ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ടും shall we watch the trailer? ട്രെയിലർ കാണാം. ഒന്ന് കൈയടിച്ച് പാസ്സാക്കിയാലേ കാണാൻ പറ്റുള്ളൂ. കാണാം. Let's watch it. Can we have a look? ஒரு கதை எப்ப சொல்ல All right. ഇഷ്ടപ്പെട്ടോ? എല്ലാവരും November 14th first day first show പോവോ? We have to make sure that many theaters have it, and it's going to be a full house without a doubt. We have a surprise, okay? We have a surprise for you guys. Nobody's tried this out. I'm just switching between Malayalam and all sorts of languages. Okay, so basically, even if we are doing something, that is Ajay. Can you see Ajay? Okay, Ajay is a live artist. So he does like a live art. Adeham namakku vendi for Kanta, he is going to do a live poster in the next few minutes. And then you guys
will reveal it on stage. So it's going to be a live poster reveal of Kanta, hopefully for the first time. Ajay, are you ready for the challenge? Okay, so കുറച്ച് സമയം കൊടുക്കാൻ വേണ്ടി we thought കാന്തയിലെ ഏതെങ്കിലും ഒരു popular പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. So he has enough time for doing that, and we thought one of the amazing beautiful songs of Kanta is Kanmani, and Kanmani എന്ന ഗാനം നമുക്ക് വേണ്ടി ആലപിക്കാനായി I think Nikhil, are you here with us? Yes, you are. നിഖിലിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആരും കൈയൊന്നും അടിക്കുന്നില്ല. Okay, Nikhil, welcome. Over to you. Kanmani ഇവിടെ നിഖിൽ പാടുമ്പോൾ Ajay will be making the live poster for the reveal. Let's hope it all works out. All the best. Thank you. Thank you so much, Nikhil. It's a very, very beautiful song. It's such a lovely song. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബെല്ല് പോകുന്നല്ലേ സിനിമ തുടങ്ങാൻ പോകുന്ന പോലെ റിംഗിങ് ലൈക്ക് നോൺ സ്റ്റോപ്പ്. ഓക്കെ, കാന്ത സ്പിരിറ്റ് മീഡിയ റാണ ദഗുപ്തി ഐ തിങ്ക് 2005 തുടങ്ങിയ കമ്പനിയാണ്. 2005 it focuses on VFX production and it's a 360-degree creator's dream, everything that a creator wants. If you are good at storytelling through art,
he's the one you need to catch. His company is the one you need to meet. But whether it be film productions, digital platforms, technology-driven, things, എന്തായാലും അതിലെല്ലാം തന്നെ Rana Daggubati's company has a big hold over the last many years, and this is such a great thing for us because Wayfarer Films-ന്റെ ആദ്യത്തെ non-Malayalam production ആണ്. And that's a big thing for a production house from Kerala to be venturing into the pan-Indian market, and you have Spirit Media along with you for this. Wayfarer's എട്ടാമത്തെ ചിത്രമാണ് Kanta. ഏഴാമത്തെ ചിത്രം, you know how big a hit that was, which was Loka, of course. And now when they come with Kanta, the expectations are really high. So now we need a few more minutes for the live poster to come to form. So we're thinking a live poster ready ആകുമ്പോഴേക്കും we are going to welcome our wonderful guests on stage as well. And as I said, November 14th നാണ് ഈ ചിത്രം തിയേറ്റേഴ്സിൽ എത്തുന്നത്. This absolutely spectacular movie is going to celebrate cinema. It is a cinema in cinema. Something like that. 50s to 75 എന്ന ഒരു പീരിയഡിലെ ഒരു ഡ്രാമയായിട്ടാണ് കാന്ത നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. And it's going to be stunning. Jakes Bijoy ഇതിന്റെ background sound ചെയ്യുന്നുണ്ട്. We have so many people who have associated with it, and we want you to also understand that ഇതിൽ beautiful ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്, amazing ആയിട്ടുള്ള songs ഉണ്ട്. We just heard Kanmani now. We have one more song we want everybody to hear, which I think celebrates the lead hero and heroine of the film, Bhagyashree and Dulquer, and that's Pani Malare. Yeah, Dulquer's like, which one is that? Okay, but Pani Malare എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓൺലൈൻ കണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേൾക്കാം, but I'm sure you would have checked it out. This is the time for you to listen to it if you haven't. Let's hear it. Can we have Anila on stage, please? Anila? I know it's not just Anila. Oh no, we've got the wonderful dancers, Arrows. Can we have the dancers on stage? Come. Wow, that looks stunning. Can we make some room, please? Kanta എന്ന സിനിമയിലെ ദുൽഖർ and ഭാഗ്യശ്രീയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് പനി മലരെ. ഇത് Now you have to dance. You can't stand like that. Yes, you're not a dance. Did you do something? Yeah. രണ്ടായിട്ട് കൈയടിച്ച്.
producers and the wonderful actors are here. Can we give them a loud round of applause? Thank you dancers, thank you very much. കുറച്ച് നേരത്തെ വിളിച്ച് കയറ്റി, അതിന്റെ പ്രശ്നം മാത്രമേ, ബാക്കിയൊക്കെ ഓക്കെയാ. Okay. DQ, Rana, Bhagyashree, Samdragani sir, thank you so much for being here. And നമ്മളെല്ലാവരും ഇവിടെ എത്താൻ കാരണം കാന്ത എന്ന ചിത്രത്തിന്റെ റിലീസ് ആണ്. So like I said, we have a live poster reveal that is happening here. Ajay, he's gone, huh? Ajay ഇവിടെ ആയോ? We were waiting for that. He's just dipping your... So basically what you're doing is he's done the poster and now you're going to reveal it by applying paint on it. Our paint is what he's just setting. I was looking for Ajay and Ajay is missing. I was like, what a terrible thing to happen. Ajay, ready alle? Okay, can we place the poster on the stage, please? ഇതുവരെ ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു സംഭവം ആയതുകൊണ്ട് ഞങ്ങൾ പഠിക്കുകയാണ് മക്കളെ. We are also learning. Okay, can we put it in the middle? Yes. Spirit Media and Wayfarer on one side. Bhagyashree and Samdragani sir here. Sir is directing also on stage. I love it, sir. You're the best. Okay, now Ajay illada namakku oru aaghoshamilla. Okay, so Spirit Media is coming together. Kanta in the cinema is coming to the theatres on the 14th of November. Samdragani sir has a wonderful role. In fact, he is the director in the film. And and he is the actor. നമ്മൾ ഈ കാന്ത എന്ന സിനിമയിലെ നായകനായി എത്തുന്നത് ദുൽഖർ സൽമാൻ ആണ്. ആ സിനിമയിലെ നായികയായി എത്തുന്നത് ഭാഗ്യശ്രീ ആണ്. അതിലെ അമേസിംഗ് ആയിട്ടുള്ള ഡയറക്ടറായി എത്തുന്നത് സമുദ്രകനി സർ ആണ്. യു ആർ എ പോലീസ് ഓഫീസർ, കോപ്പ്. Yes, hey, cop, I know. Okay, Ajay, are you ready? But you have to tell the guests എന്താണ് ചെയ്യേണ്ടത്. Let them reveal each of their faces one by one, അല്ലേ? One by one, നിങ്ങളുടെ ഫേസ് നിങ്ങൾ റിവീൽ ചെയ്യും. So we will start with, sir, come. You're here, I can see you. Okay. Let's go. Can we have some music, guys? Pump this up. Ajay, ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അറ്റംപ്റ്റ് ചെയ്തതാണ് ഒരു ലൈവ് poster reveal. Yes. Bhagyashree, you learned the technique? Okay, now Bhagyashree. They will start. Reveal here, and there's Rana doing his magic. One shot. In one shot, you've got his face. Nice. And finally, DQ. It's time to reveal the actor in Kanta.
Chanu Chantanana is the music ചെയ്തിരിക്കുന്നത്. Jakes Bijoy has done the background score. Danny Sanchez Lopez the cinematography and Adarsh Ravi has done the editing for Kanta. November 14th ഈ ചിത്രം തിയേറ്റേഴ്സിലെത്തും. Thank you so much Ajay. We are not leaving you back. We are keeping you here. No. I'm just saying generally in life. Adopt. We're going to adopt you. Like I was saying, your cinematography specialty in the it is not just a Dulquer Salmaan film. It's a production for him. It's a Rana Daggubati's film. It's a Samudrakani's film. Bhagyashree's in there. But obviously, even in Kerala, we are most excited that it's a Dulquer Salmaan film because last year it was Lucky Bhaskar and that turned out lucky for you. Well, Lucky Bhaskar, I think he got the stage award in Telangana for Best Actor. Can we give him a loud round of applause? Namada DQ. അങ്ങനെ മറ്റൊരു ഭാഷയിൽ തെലുഗു ഭാഷയിൽ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടറിൽ ലഭിക്കുന്ന ആദ്യത്തെ നടൻ കൂടെയാണ് ദുൽഖർ സൽമാൻ. സോ വി ആർ വെരി വെരി പ്രൗഡ് ഓഫ് ദി അച്ചീവ്മെന്റ്. ലൈക്ക് ഐ സെഡ്, amazing collaboration of some great artists are coming together, and the fact that Selvamani Selvaraj, amazing ആയിട്ടുള്ള ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഫിലിമാണ്. This is his first film, especially coming after something like the fantastic work that he's done for The Hunt of Veerappan. അത് കണ്ടപ്പോൾ നമുക്കറിയാം, okay, he's got stuff, like he's brilliant, he's talented. അദ്ദേഹത്തിന്റെ realism ആണെങ്കിലും the way he captures emotions in the work that he does is truly like uncomparable. We can't wait to watch his first film, but what makes it very exciting for us is that Spirit Media, which has been working for kore varsham in so many different mediums, whether it be digital, whether it be entrepreneurship, whether it's technology, startups, production, whatever it is, you have tried to do your best to put art forward. ആർട്ട്, കല എന്ന കാര്യം ഏറ്റവും മുന്നിൽ വെക്കാൻ വളരെയധികം സ്ട്രെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്പിരിറ്റ് മീഡിയ. ആൻഡ് ആസ് ദ പേഴ്സൺ ബിഹൈൻഡ് സ്പിരിറ്റ് മീഡിയ ആൻഡ് ദ പേഴ്സൺ ഇൻ ദ മൂവി, വി ആർ സോ എക്സൈറ്റഡ് ടു വെൽക്കം the one and only Ballala Deva. Can we give Rana Daggubati a loud round of applause? Loud. We have a lovely AV for you. We want you to watch our hard work. Watch it. Can we have the mashup, please? ഭയങ്കര ബുദ്ധിമുട്ടി ചെയ്തതാ. Ladies and gentlemen, let's give it up for Rana Daggubati. See, now it's a welcome. Firstly, welcome back to Cochin, and look at the love that you're getting here. How do you feel being back here as part of Kanta? Well, hello Kochi, how are you? Wow, there it is. Hello to the land that makes amazing films. Hello to the land of amazing audience that accepts cinema like this. And thank you to the land that gave us Dulquer Salmaan. So, he's just not your gem, he's our gem back in Hyderabad. We love him as much as you guys do. I'm just so happy, excited that I'm here. We were able to make this amazing film. Dulquer and I have been friends for a long, long time now. Even way before Spirit, I was friends with Dulquer. And then it took us so many years to get this, and I think there's no better thing that could have happened than Kanta for us. Sorry, I can't speak in Malayalam, but I will learn at some point. It's okay, thank you, I love you, whoever said that. Thank you. So, well... Do you want to try? Do you want to say something in Malayalam? We'll make you do it now. Okay, say... Tell me what you want to say. Say it in English, we'll translate it. What do you feel like telling them? అరే మన ఇద్దరు తెలుగు మాట్లాడితే తెలుగు ఉన్నారు ఇక్కడ ఇక్కడేం చేస్తున్నారా தமிழ் கூட தெரியும் சார் அதுவும் தெரியும் தமிழ் தெரியுமா உங்களுக்கு ஓகே எல்லாருக்கும் வணக்கம் എല്ലാവർക്കും നമസ്കാരം
എല്ലാവർക്കും നമസ്കാരം കന്തന പറഞ്ഞത് കാന്ത കാന്ത മറക്കാതെ കാണണം. കാന്ത മറക്കാതെ കാണണം. ഓക്കെ, താങ്ക് യു. November 14th. ഓക്കെ, November 14th തിയേറ്ററിൽ വരും. കണ്ടിപ്പാ പാരുங்க. താങ്ക് യു. Well done. So, well, amazing guys. You have something special from all of us that's coming to you November 14th. Dulquer and I found a gem in a director called Selva, who you will love much more after the film is out. So give us your love, give us your blessings, and we'll come back here for the success meet and do it exactly right here. Are you good? Thank you guys, thank you very much. We do want to ask you this, Rana. I think you started your acting career in 2010? 2010 Yes, with ma'am. Leader, yeah? And after that, now Kanta. For you, what makes Kanta very, very special? And what is the USP? Well, I've never seen a film like Kanta before. I've never heard a film like Kanta before. But all of us know that a large part of entertainment industry, the film industry, was born in Madras in some ways. And this is a tribute back to the early filmmakers, the early studios, the early actors that made cinema possible for all of us and made India such a big flourishing entertainment industry. So yeah, this is our tribute back to the masters. Back to the masses, and what a wonderful way to do that with an amazing union between, two industries, three industries, Telugu, Tamil, Malayalam, all coming together, Maharashtra, all coming together. So it's such a There you go, that's the common point. The Telugu, Tamil, Malayalam happens right there. So that's what makes DQ, le. DQ is going to fly the flag of Kerala across everywhere for us. Completely, he's planted it in Hyderabad. Yeah, and he's slowly Hyderabad, now he'll go else Bombay. Fully, so. But we want you to do that. That is why we are full gung-ho about it. But Rana, thank you. Malayalis, Adhyam, you only said that, Malayalis really, really like good cinema. And they are the best audiences that will, pass a verdict on any film. They make the best films out there. Everybody, Telugu industry, every industry makes amazing films. But Malayalam has something. We have something little special. Absolutely. So we can't wait to watch it, and we wish you all the best. Thank you very much, guys. Thank you all for the love. Thank you all for coming here. We'll see you in the cinemas November 14th. Thank you. Excellent. Thank you so much. All right. Kanta in the Chitram, November 14th in Anna, theatres in Ethanada. And this is a tribute from these artists back to the amazing world of cinema. Appo ee oru truth about Kanta is going to unfold very, very soon, November 14th. And Kanta il etana mattoru shaktamaya kathapatramayi ethunnathu South Indian thane one of the most wonderful director-actor combos of Samudragani sir. And Samudragani sir, we want to once again welcome you to the pre-release event of Kanta. We have a mashup for you also. Irkate. ஆரம்பமே சுத்தமா இருக்கு. எல்லாமே உங்ககிட்ட இருந்து கத்துக்கிட்டது தான். நான் அவர் மேல வச்சிருந்த மரியாதை அளவுக்கு வேற யாராலையும் வைக்க முடியாது. Can we give it up for Samudragani sir? അദ്ദേഹത്തിന്റെ നാടോടികൾ എന്ന തമിഴ് directorial was well acclaimed. He is a best supporting actor winner for his performance as an actor. Welcome to Kochi sir. வணக்கம் எல்லாருக்கும் நமஸ்காரம். വളരെ സന്തോഷമായിട്ടുണ്ട്. ആഫ്റ്റർ ഒപ്പം முடியும் போது பிரியதர்ஷன் சார் சொன்னார், உன்னைய கேரளா ஆடியன்ஸ் மறக்கவே மாட்டாங்க, கொஞ்சம் லேட்டாக கூட வா, ஆனால் தப்பாக படம் பண்ணாத, சரியான படம் பண்ணு அப்படின்னு சொன்னார். ஒரு சரியான படத்தோட ஒரு பிரபஞ்ச பாசை இந்த படத்துக்கு மொழியே கிடையாது. இது காலத்தால் அழிக்க முடியாத ஒரு காவியம். இது எந்த லாங்குவேஜில் பார்த்தாலும் பிடிக்கும். அந்த மாதிரி ஒரு படத்தோட என் பிள்ளை மகாதேவன் என்னை திரும்ப கூப்பிட்டு வந்திருக்காரு. தேங்க்யூ.
சந்தோஷம். முதல்ல எங்கள் டைரக்டர் செல்வமணி சாருக்கு நான் நன்றி சொல்லணும். ப்ரொடியூசர் சார், தேங்க்யூ பிரசாந்த், நீங்கள் தான் ஆரம்பித்து வச்சிங்க, ரொம்ப சந்தோஷம். ரொம்ப நிறைவாக இருக்குது. இன்றைக்கி தான் படமே நான் பார்த்தேன். ரொம்ப ரொம்ப கனமாக இருக்குது. உங்களை பார்த்தோன்னே கட்டி பிடிச்சிக்கணும் அப்படின்னு தோணுச்சு. அவ்வளோ நல்ல பெர்ஃபார்மன்ஸ், அவ்வளோ இன்டென்ஸான ஒரு பெர்ஃபார்மன்ஸ். இந்த ஷூட்டில் நடிக்கும்போது ஃபஸ்ட்டு டேக் நான் எப்போவுமே ஆக்ட் பண்ண மாட்டேன், அவர் ஆக்ட் பண்ணதை ரசிப்பேன். அப்போ செல்வமணி சொல்லுவார், நீங்கள் அவரே பார்த்துட்டு இருக்கீங்க அப்படின்னு. இவ்வளோ கிட்ட இருந்தால் அவரே தான் பார்த்துட்டே இருக்கேன், ரசிப்பேன். அதுக்கப்புறம் தான் நான் நடிப்பேன். உங்களை இவ்வளோ கிட்ட அந்த நவரசத்தையும் பார்க்க முடிஞ்சது உங்களுடைய திறமைக்கும் உங்களுடைய உழைப்புக்கும் நீங்கள் அடுத்தவங்க மேலே காட்டுற அன்புக்கும். எங்கேயோ இருப்பீங்க, நல்லா இருப்பீங்க. இறைவன் ஆசீர்வாதத்தில் வாழ்க வாழ்க. Sir, we have one question. Your character, the director in the movie, and the actor, what is the relationship? ஒரு அப்பா புள்ள மாதிரி தான். அந்த மூவில மூவிலே அதே தான், அது ரியல் லைஃப் தான். ரியல் லைஃப்ல அதே தான், புள்ள மாதிரி தான் பார்க்குறாங்க. அவங்களுடைய அப்பா நமக்கு எல்லாருக்கும் தெரியும். அவங்களுக்கு ப்ராப்ளம் മമ്മൂക്കവെല്ലാം ഇഷ്ടപ്പെട്ടില്ലല്ലോ. He'll be okay. அவருக்கு என்ன ரொம்ப பிடிக்கும். No problem. What a beautiful way to say that the relationship is that of. இந்த அன்பும் இந்த பாசமும் கடைசி வரைக்கும் கடவுள்கிட்ட வேண்டிக்கிறேன். பாக்கியா, ஒரு நல்ல படத்தோட வந்திருக்கீங்க. அப்படி இருக்கு படம், நல்லா இருப்பீங்க. வாழ்க வாழ்க. என் தம்பி ராணா, நல்லா இருப்பீங்க. உங்களுடைய ஆசை, அர்ப்பணிப்பு, இந்த படத்துக்காக நீங்கள் உழைக்கிற உழைப்பு ரொம்ப நல்லா வரும். வாழ்க. ரொம்ப சந்தோஷமாக இருக்குது. ரொம்ப நாளைக்கு அப்புறம் கொச்சின் வந்தது, ஒரு 8-9 இயர்ஸ்க்கு அப்புறம் வந்திருக்கேன். நீங்கள் சொன்ன மாதிரி நீ இங்கேயே தான் இருப்பேன்னு நினைக்கிறேன். இருப்பேன். நல்ல படங்கள் தான் நம்மளை இயக்கும், படங்கள் தான் நம்மளை வாழ வைக்கும். சினிமாவை தவிர வேறு ஒன்றுமே தெரியாது. சினிமா இல்லை அப்படின்னா அப்படியே எங்கேயாவது போயிட வேண்டியதான். சினிமா காப்பாற்றும். சினிமா உண்மையாக நேசிக்கிறவங்கள சினிமா விடவே விடாது. காந்தா, நான் இருக்கும் வரை இந்த படத்தை வெல்லவே முடியாது. அப்படி ஒரு படைப்பு. தேங்க்யூ கைஸ். Sir, one more question I want to ask. Personal question. Being a director, less successful director, also a successful actor. Idhula tougher which one? Hindu jolly is tougher. எல்லாமே டஃப் தான். Ellame. சின்சியரா பண்ணணும். Sincerely the truth of life. If you do it well, you're going to work very, very hard. Thank you so much. Can we give Samudragani sir a loud round of applause? Nallaru kaidi, come on. Thank you so much, sir. It was the sweetest, very sweet ആയിട്ടുള്ള കുറേ വാക്കുകളാണ് സമുദ്രകനി sir പറഞ്ഞത് about Dulquer and Rana and Bhagya. It shows what a rooted artist sir is. We're very, very happy to have you here with us, sir. Of course, Kanta എന്ന ചിത്രം സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്തു. സ്പിരിറ്റ് മീഡിയ ആൻഡ് വെയ്ഫെയറേഴ്സ് അത് നമുക്ക് വേണ്ടി മുന്നിൽ കൊണ്ടുവരികയാണ്. But when it comes to cinema, for the masses, it's all about the hero and the heroine for some reason, you know. And whether it be Mahanati, whether it be Sita Ramam, whether it be Lucky Basta, you've always brought some amazing actors in front as the lead pair with Dulquer. And, you know, we've had the joy of meeting each of you here. And this time we're so excited to meet Bhagyashree. Bhagyashree Borse is actually a Maharashtrian. She had a stint in Lagos for a while, and Adana Shesham, I think she decided that cinema was her medium. She did a lot of modeling and all of that, and finally found her way to movies. 2023, such a short span. In the short span of 2 years, she's done Kingdom and the very super duper hit film with Vijay Deverakonda, and just immediately after, here you are with Kanta. We are so excited about your journey in the movies. We wish you the very best, and we can't wait to see what you have in offer in Kanta. Ladies and gentlemen, let's welcome Bhagyashree Bose. We have a wonderful video for you. அந்த நிலவா இல்லை உன் முகமா?
Ladies and gentlemen, let's welcome the lovely Bhagyashree. To Cochin for the pre-release event of Kanta. Can we give it a loud round of applause? We can't wait to see you in the movie and we'd love to hear what you have to say. നിങ്ങളുടെ loud round of applause കൊള്ളത്തില്ല. ഒന്നുകൂടെ നന്നായി കൈയടിച്ചേ കേൾക്കട്ടെ. Let's welcome Bhagyashree and wish her the best of luck. Yeah, do it from your heart. Thank you so much. Ellarkum namaskaram. It's so beautiful to see all of you here today. Thank you so much for coming. Like, you know, it's just lifting up our energy and motivating us so much. So thank you so much for supporting us. Actually, last time I came in Kerala, I was in college, not knowing that I was going to be an actor someday, and not knowing that Kerala had one gem. And today I've come here with that gem, and that is Dulquer Salman. Genuinely speaking, he's one gem of an actor, one gem of a person. Working with him has truly been really grateful and amazing. So thank you, DQ, for supporting talent more than anything in the world. So thank you for giving space to all the newcomers out there, believing in their talent and taking the risk, because it was worth it, I think, no? So thank you so much. Thank you for having us. Thank you for coming. Please see you on the 14th, and I'm sure you're going to fall in love with the film. Thank you. Is there something about your character in the movie that you can give as a clue to you're an actress in the movie? Cinemail, are you Nadia? 14th of November. Only, huh? No clue, nothing. Kuch bhi nahi. 14th. You look stunning, so I'm sure we've seen the trailer and the teaser. You look amazing, and we can't wait to see your performance Thank as you so well. much. Thank you, Okay, everybody. Bhagya, I request you to stay on stage, but we'll just move to the side because there's one more person we'll have to welcome on stage. ഒരാളെ കൂടി വിളിക്കണ്ടേ? വിളിക്കണോ? നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയാൽ ഞാൻ വിളിക്കും. ഒച്ച ഉണ്ടാക്കിയാൽ ഞാൻ വിളിക്കും. എന്നാ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. എല്ലാം ഞാൻ വിളിക്കൂല. ഇത്രയും ഒച്ച പോരാ. Are you guys ready to welcome the one and only? Yes, we shall. Ladies and gentlemen, let's give it up for DQ Dulquer Salman. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. മനോജ് സാർ മഹാരാജ് കോളേജിൽ പഴയ കേസ് ക്യൂക്കാരനായിരുന്നല്ലേ? അവിടുത്തെ SFI പിള്ളേർക്ക് അവസാനത്ത് തമ്മിലല്ല. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു. നിന്റെ യമ പടം പേര് സാന്ത കാന്ത. Ladies and gentlemen, let's give it up for the one and only Dulquer Salman. Ladies and gentlemen, Kanta എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നു ഭാഗ്യശ്രീ with നമ്മളുടെ സ്വന്തം ദുൽഖർ സൽമാൻ. നമസ്കാരം കൊച്ചി. എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കുന്നുണ്ട്, ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ IMPM ഷൂട്ട് ചെയ്തതാണ്. IMPM ഒരുപാട് ആക്ഷനും അടർച്ചകളും ഒച്ചയുണ്ടാക്കി എന്റെ സൗണ്ട് പോയി. ഇപ്പൊ 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നത് അറിയാം. എന്നാൽ ഇതെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് IMPM നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞാൻ ഇടുന്നുണ്ട്. കൊച്ചി തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ഷൂട്ട്. ഞാനിപ്പോൾ ഓക്കെ കാന്തനെ കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 ഇത് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നറേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഡിന്നറിന് പോകണ്ടായിരുന്നു.
5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു സെൽവ എനിക്കൊരു ഡിന്നറിന് പോലുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ഒരു സാർ ഒരു 10 മിനിറ്റ് കൂടി, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കണം. അപ്പോൾ അത്രയും നീണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നരേറ്റ് ചെയ്ത ഒരു ആളാണ്, വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നരേറ്റ് ആകുമ്പോൾ 4-5 മണിക്കൂർ എടുത്തു, ഒരു 10 മണിക്കൂർ എടുത്ത് കേട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ നരേഷൻ കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് നിങ്ങൾ തമിഴിലാണ് ഈ പടം ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇതേവരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്ത ഒരു സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണയും ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമാണ്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നു അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മൂമെൻ്റാണ്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ നാടകമാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു മൂവിയാണ്. സമുദ്രകനി സാർ എനിക്ക് ഒരു ഗുരുനാഥൻ പോലെ, ഒരു മെന്ററിനെ പോലെ, ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്ക് അത്രയും റെസ്പെക്ട് തരികയും അത്രയും സ്പേസ് തരികയും പിന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സാധനങ്ങളില്ല. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഇതിനുശേഷം ഇവിടെ എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് കാലത്ത് നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനി സാർ. അപ്പം എല്ലാവരും ഇത് അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ വെറും 3.5 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക്കാണ്. ഇതൊരു സെൽവമണി സെൽവൻ നമ്മുടെ ഡയറക്ടർ ഒരു വലിയ ടാലന്റ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും. അദ്ദേഹം ഇന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ്. നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ വീരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും ഉണ്ട്, കണ്ടു നോക്കാം. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത്. അദ്ദേഹത്തിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഞങ്ങളിത് ഈ 6 കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിനും പിന്നീട് ഒരു 5-6 മാസം ഇതിൻ്റെ ഷൂട്ടിലും പിന്നെ 10 മാസം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല. ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു 6 കൊല്ലം എടുത്താൽ ഞാൻ ഒരു 50 വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര സമയം കിടക്കാം. പക്ഷേ എവറി മോമെന്റ്, എവറി സെക്കൻഡ് വി സ്പെൻഡ് ഓൺ ദിസ് ഫിലിം ഹാസ് ബീൻ ആബ്സല്യൂട്ട്ലി വർത്ത്. ഭാഗ്യശ്രീ ബോർസെ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു 5-6 മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത്. അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ച് ഇപ്പം തെലുങ്ക് വലിയ സ്റ്റാറാണ്. നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് ആക്ച്വലി. പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാ വേദിയിലും പറയും ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല. ഭാഗ്യശ്രീയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസും ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ. ഞാൻ ആരെങ്കിലും മിസ് ചെയ്യേണ്ടത് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത്, ജോ വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും. പിന്നെ എനിക്കും പ്രാണയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്കലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ്. അതുകൊണ്ട് ഈ പടം നീറ്റാക്കി എടുക്കേണ്ടപ്പോൾ ഇപ്പം ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം അവരത്രയും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും പ്ലീസ് നവംബർ 14
എല്ലാവരും പോയി സിനിമ കാണണം. ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഗിവ് ഇറ്റ് എ ചാൻസ്. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. You know, we have to ask you this. Bhagyashree, you've watched Dulquer's films. Tell me some of your favorite Dulquer films. There are so many, but Telugu, he's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best script, Uh-huh. I would say. Yeah? Okay. I think he has a thing for, like, the retro period. A retro star. I mean, Mahanati. ഞാൻ സ്വയം എല്ലാത്തിനും വിളിക്കുന്നത് അതെന്താ? ആക്ച്വലി ഈ സിനിമ കാത്ത എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോൾ എനിക്ക് മഹാനക്ക് കഴിഞ്ഞൊരു കൊല്ലം കൂടെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എനിക്കൊരു പിച്ച് ഡെക്ക് പോലെ കുറേ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു ബേസിക് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം കഴിച്ചത്. ഞാൻ പറഞ്ഞു പക്ഷേ അത് ഇത് വീണ്ടും മഹാനത്തി ഞാൻ എന്നെ കൊണ്ട് പോയി ഞാനില്ല എന്നെ എല്ലാവരും പീരിയഡ് സ്റ്റാർ ആക്കും റെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയാന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും പക്ഷെ എന്തായാലും അവൻ പറഞ്ഞു ഒന്ന് കേട്ടോ ശരിയാണ്. പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയുക സക്സസ്ഫുൾ ഗ്രേറ്റ് സിനിമ. അത് ഏത് ജോണർ ആണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറി നീ ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലെവിടെയെങ്കിലും നല്ല സിനിമയുണ്ട്, നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് ചെയ്യും. So, ഈ ഒരു ചിത്രം കാന്ത is described as a period noir drama thriller. ഇതിലേതാ? ഈ കാരണങ്ങളെ കൊണ്ട് ഈ പടം ഈ 5-6 കൊല്ലമുണ്ട് ഞങ്ങൾ ലോക്കാം. കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് ഓരോ തവണയും ഏത് ജോണറായിരിക്കും ഇത് എങ്ങോട്ടേക്ക് ഇത് പോകുന്നത്. സെൽവയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഡയറക്ഷനിലോട്ട് പുള്ളി എഴുതിക്കൊണ്ടിരിക്കും. ഇത് എഴുതി വേറെ എവിടെയെങ്കിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ തിരിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ പടത്തിന് ഒറിജിനൽ ഐഡിയയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഇതൊരു ജോണർ ബെൻഡറാണ്. നിങ്ങൾ ചിലപ്പോൾ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോണർ ആയിരിക്കില്ല ഒരു ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും, അതേപോലെ തന്നെ ആയിരിക്കും രണ്ടാം പകുതി. Okay, perfect. That was എനിക്ക് തോന്നിയൊരു question ആണ്. I want to ask you now, Bhagyashree. Dulquer Salman is one of the most celebrated actors in our country right now, whichever language it be. Vijay Deverakonda, done. Dulquer Salman, done. Who next would you like to share the screen with? Anywhere? Oh, okay. You can wish, no? Is there an actor you want to really work with? Malayalathiluണ്ടെങ്കിൽ even better for us. പക്ഷേ you can say whoever. I would love to work with DQ again. And Yeah? then there is... You can take some other names. I really admire Prithviraj sir too from Malayalam. You really admire? Prithviraj. Oh, Prithviraj, of course. Of course. എന്റെ പൊന്ന് DQ അവിടെ ഒച്ച അലറുന്ന 2-3 ചെക്കന്മാരോടൊന്നും ഇങ്ങോട്ട് വരുമോ? എന്റെ കൂടെ അയ്യോ എന്റെ ചെവി അവര് പൊട്ടിക്കുന്നു. ഭാഗ്യ, come join us. Such terrible behavior. Happy ആയോ? Happy ആയി. ഇനി ആ സൈഡിലേക്ക് ഹാപ്പി ആയി. അല്ലെങ്കിൽ they'll kill me. Okay. എല്ലാവരും ഉണ്ട് എന്റെ പൊന്നടിക്കും അവിടെയൊക്കെ. But I have to tell you, yeah. All right, now we are going to അങ്ങോട്ടായിരിക്കണോ? Okay, I am going to call everybody back on stage. Don't worry, but I'll tell you something. Every time I go that side, I'm like, Bhagyashree and DQ have to dance together properly. On the dance floor, they didn't do it properly. Do you want to see them dance together? പക്ഷെ നമ്മളുടെ ഒരു പാട്ടിനല്ലേ, ഏത് പാട്ട് വേണം? What song do you think you want? What do you think? Some like just happy song. Some happy song. What song do you like? What? Like, that is very like romantic. DQ likes one അടിപൊളി പാട്ട്. ഏത് പാട്ടാ? ഏത് DQന്റെ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ നമുക്ക് ഇടാൻ വേണ്ടി ടീച്ചർ വെച്ച് പറഞ്ഞാൽ ടെൽ നോ. എന്താ വേറെ ആരുടെങ്കിലും പറ, ഏത് പാട്ട് വേണം? Guys, play some nice song, no? DJ, അടിപൊളി പാട്ട് വേണം. DQനും ഇവർക്കും ഇഷ്ടപ്പെടണം, ഡാൻസ് ചെയ്യാൻ പറ്റണം. ഏതാ? സുനൈന ഇതേരാ പാട്ടിടാൻ പറ വെച്ചിട്ട്. Rana, should we call you also? Rana, will you also help us? No chance.
It'll come. Slow. Kerala is laid back. We do everything slow. DJ, ഒരു അടിപൊളി പാട്ടിട്ടാൽ ഇല്ലെങ്കിൽ നാണം കെടും. Which one's a കാന്തായിലെ പാട്ട്? Which one? They'll be anything. ഹലോ, എന്താ വിളിക്കുന്നത്? അധികം ഞങ്ങളുടെ ആകെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പാട്ട്. Dulquer was only getting into the groove and then they ended it, yeah. Hey guys, but he did it. Give him a loud round of applause. Thank you for being such a sport, yeah. Yeah, I'll call you back again. Yes, Bhagyashree has been like, why are you making me stand here for so long? നിങ്ങൾക്കൊക്കെ എന്തൊരു ഇത് ആർത്തിയാണോ? ഇത്ര ആർത്തി. So much of like love and lust for DQ. I don't understand. Have you seen the aarti for you? Aarti is a good thing, no? Oh, it's love. It's love. Okay, do you all love Dulquer Salmaan? Can you all do this to them? Yeah. It's too cute, yeah, this generation, I tell you. Okay, come back, Ranjini. Kanta, November 14th of this month, theatres lettugayana, and we heard all of them speak from the heart. നിങ്ങൾ എല്ലാവരും സംസാരിച്ചത്, ഇവരെല്ലാവരും സംസാരിച്ചത് അവരുടെ ഹൃദയത്തിൽ നിന്നുമാണ്. ആൻഡ് ഇത്ര സ്പെഷ്യൽ ആയൊരു പ്രോജക്റ്റ് ആണ് എന്ന് നിങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് ആ ഒരു ഇമോഷൻ ഐ എം ഷുവർ ഇറ്റ് വിൽ കൺവേ ടു ദി ഓഡിയൻസസ് ഇൻ ദ തിയേറ്റേഴ്സ് as well. And now once again it's time for us to celebrate the amazing launch of your movie, the release of your movie with yet another dance performance. I'm going to call the wonderful dancers of Arrows. ഒരിക്കൽ കൂടെ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യോ? I don't know. These guys are not even clapping. Clap here, നോക്കട്ടെ. This side is for you. Okay, you guys have to dance also for this one. Okay, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. Can we have the dancers, please?
wonderful guests one last time on stage. Okay, so നിങ്ങളുടെ love ഇപ്പൊ ദുൽഖറിനെ അറിയിക്കാനുള്ള സമയമായി. റാണ ദഗ്മതി, സമുദ്രകണി സർ, ഭാഗ്യ and DQ are here. കാന്ത എന്ന ചിത്രത്തിന് വേണ്ടി I want you to scream and shout your love. November 14th ഈ ചിത്രം റിലീസ് ആവുകയാണ്. DQ, Rana sir, we are going to take a few questions from the audience. Is that okay before you go? Yeah. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. Can I have a mic? നിങ്ങൾക്ക് DQനോട് ഇവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യം ചോദിക്കണേ. Ready? What's your name? Yeah, give them the mic. Yeah. പേര് പറയൂ. ചോദിച്ചോ. മൈക്ക് ഓൺ ആക്കി കൊടുക്ക്. ഓൺ ആക്കി മോനെ. Ask. What's your name? എടാ മൈക്ക് ഓൺ ആക്കി കൊടുക്കാം. Okay. ഹലോ ഹായ് 14th ഇത് റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒപ്പം ട്രെയിലർ അറ്റാച്ച് ചെയ്യും കളക്കാവൻ മിക്കവാറും. താങ്ക് യു Okay. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സംഭവം മൂവി ട്രെയിലർ അറ്റാച്ച് ചെയ്യുന്ന സംഭവം. ഇവിടെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ DQനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ? Okay, അവള് മോളിൽ കയറി. Can you pass a mic to her, please? A mic to her. അവിടെ ഒരു മൈക്ക് ഇല്ലേ? Here. മോളെ, what's your name? മലയാളത്തിലേക്ക് എപ്പോഴാണ് പുതിയ സിനിമ തിരിച്ചു വരുന്നത്? I am game. മിക്കവാറും ഏപ്രിൽ അടുത്ത തവണ. I love you so much, DQ. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്നതാണ്. താങ്ക് യു. ലവ് യു ടു. Anybody else wants to ask a question? മൈക്ക് ഉണ്ടെങ്കിൽ മൈക്ക് അവിടെ ഉണ്ടെങ്കിൽ മൈക്ക് ഉണ്ടോ? ചോദിച്ചോളൂ മോനെ. മോന്റെ പേരെന്താ? അവിടെ വരെ മൈക്ക് എത്തി. യെസ്. హలో హలో అన్నా, బాహుబలి 3 ఎప్పుడు? బాహుబలి 3 ఎప్పుడన్నా? అది నన్ను కాదన్న, రాజమౌళి గారు అడగాలన్నా. నెక్స్ట్ టైం ఆయన తీసుకొచ్చినప్పుడు అడుగుదాం. ఇప్పుడు November 14th కాంత వస్తుంది, చూడండి. చూస్తాం. Any more questions? You have a mic ഉണ്ടോ മോളെ? മൈക്ക് ഞങ്ങൾ അവിടെ മുകളിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. മൈക്ക് എടുക്കുകയാണെങ്കിൽ മൈക്ക് ഉണ്ട്, അപ്പുറത്തുണ്ട്. Anyone from here? When is I Am Game releasing? We want to know. I Am Game എപ്പോ വരും? DQ? ജോം പോയി. ജോം എസ്കേപ്പ്. ഹോപ്പ്ഫുള്ളി ഏപ്രിൽ. സത്യം ശബ്ദം ഫുൾ പോയി. Fully it's gone. Anyway, കാന്ത എന്ന ചിത്രത്തിന് മൈക്ക്. Yes. சார் நாங்கள் திருப்பூர்லேருந்து வரோம். சார் எப்படி சார் ஸ்கிரிப்ட் செலெக்ஷன் எல்லாமே நல்லா இருக்கும் உங்களுக்கு? எப்படி? ஸ்கிரிப்ட் செலெக்ஷன் துல்கர் சார். ஸ்கிரிப்ட் செலெக்ஷனா? எஸ் சார். அது ஒர்க் ஆகும்போது நல்லா இருக்கும், ஒர்க் ஆகினா நல்லா இருக்காது. ஓகே சார். நான் எப்பெல்லாம் வரிசையாக கொஞ்சம் நல்ல சினிமா பண்ணும்போது என் ஸ்கிரிப்ட் செலெக்ஷன் ரொம்ப கிரேட். அதே ஒரே ஒரு படம் கொஞ்சம் ஃப்ளாப் ஆனால் கூட இவனுக்கு ஸ்கிரிப்ட் படிக்கவும் தெரியாது, வேணா நாங்களே வந்து படித்து கொடுக்குறோம் அப்படிலாம் கேட்டிருக்கேன். ஸோ இப்போ ஏதோ ஓகே போயிட்டு இருக்கு. ஹோப்ஃபுல்லி. ஆனால் மை எஃபர்ட் இஸ் தட் எப்போவுமே நல்ல படமாக தான் பண்ணுவோம். தேங்க்யூமா. தேங்க்யூ. Okay, last question. എവിടെ? കുഞ്ഞിക്കനെ ആരാ വിളിച്ചേ? ഇവിടെ ഓക്കെ. I Am Game അല്ലാതെ മലയാളത്തിലെ സൗഭിക്കായിട്ടുള്ള പടം അതെപ്പോ? ഞാൻ ഈ എല്ലായിടത്തും പോയി പടം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും, പക്ഷെ വരും. ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ലോകത്തൂടെ ആൾക്കാർ ഇവിടെ ലോകറ്റു ബാക്കി പറ. എപ്പോ? ഇതന്നെയാണ് ഞാൻ ഈ ഡോമിനിക്കിനെ നിമിഷോട് ഇടയ്ക്കിടയ്ക്ക് എപ്പോ ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. കാരണം നിങ്ങളിപ്പോ കാത്ത കണ്ടിട്ട് ഞങ്ങൾ അടുത്ത ആ മൈക്ക് അവന്റെ കയ്യിൽ വാങ്ങിക്കും. ആ മൈക്ക് അവന്റെ കയ്യിൽ വാങ്ങിക്കാം. മൈക്ക് എന്താ? ഓ അങ്ങനെ ഇല്ല, അത് അവർ എഴുതി തീരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം.
മൈക്ക് വാങ്ങിക്കുക, എല്ലാവരുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിക്കുക. ഇതൊരു തെറ്റായി പോയി എന്ന് ഞാൻ എന്താ പറയുന്നു. ഓക്കെ ഗൈസ്, we want to say a big thank you. Dulquer, do you feel like singing a song and saying I know there was a plan and all, and your voice only is not there. What are we supposed to? Anna, do you want? No. Sir, do you want to do a kavita? 4 lines? No. Bhageshri, would you like to dance? No. If I don't, would you want to sing? No. Okay, then I have somebody who's going to. Oh, are you? You're a very talented singer. Can you sing 4 lines for us? Just for all. He only did it, man. What a. Bhageshri, namukku vendi oru paattu paadiya kolppundo. Wow, you really put me on spot. Okay. Okay. Thank you. I'm gonna try, guys. Tamil song, the one song that I've learned in the starting of Kanta itself. Kanmani anbodu kaadalandan eltham kadithame Punmani un veedil saukyamana ningu saukyame Enna enna paarthu en kavitha kottadu enna paarthu en kavitha kottadu oh kanmani anbodu kaadalandan eltham kadithame ஒன்று நினைச்சு பார்க்கும்போது கவிதை வந்து கவிதை Thank you, sir. Thank you so much. Okay, we have one last song. Aditya Mumba, will you all go watch Kanta in the theaters on November 14th? Yes? അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കാണാം. Dulquer Salman is coming in another avatar along with Samudrakani sir, Bhagyashree, Rana Daggupati in the directorial debut of Selvamani Selvaraj with the production of Spirit Media and Wayfarer Films coming together. അപ്പോൾ ആ ഒരു ആഘോഷം നിങ്ങളുടെ കൂടെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ I welcome Anila. Come on. And I want everybody to celebrate this moment because Dulquer, next time it is not going to be a Tamil Telugu film, it is going to be a Malayalam cinema. Promise? Cross your heart. Yes, that's going to happen. Anila, kick it off. Ladies and gentlemen, have a great time. Thank you for coming, and you guys stay with us and celebrate for 2 more minutes. I want to take a video. Play. Everybody. Dulquer ഇപ്പോൾ ഒരു സെൽഫി വീഡിയോ എടുക്കാൻ ഇവരുടെ കൂടെ ചുറ്റും വരും. You guys do your thing. Anila, start. പാട്ട് മറന്നോട്ടെ അല്ലേ, എല്ലാ സൈഡ് ബൈ സൈഡ്. എല്ലാരും ഒന്ന് കൈ അടിച്ചേ. Come on. ലുലുമാൽ പാട്ടിട്ടോ. check. What? Okay, can we all clap for Dulquer Salman? എന്റെ തൊണ്ടേ പോയി, എന്റെ കൊണ്ട് നിൽക്കൂ. Are you ready? All of you go with him. Let's go, Kochi! Wave! Now we done. You know this song?
Ramesh in the theatres on the 14th of November. Don't miss it. See you soon. Thank you for coming, everyone. Thank you. Good night.